രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരും. കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാവകാശം തേടി. രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം കോടതി പരിഗണിച്ചിട്ടില്ല. ശക്തമായ വാദങ്ങളാണ് ഈ ദിവസം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നത് കോടതിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. മനഃപൂർവ്വം അല്ല ഗർഭഛിദ്രം നടത്തിയത്, അതിന് അടക്കമുള്ള കാര്യങ്ങൾ, സാഹചര്യങ്ങൾ ഒക്കെ തന്നെയും അതിക്രമിച്ച് വീട്ടിലേക്ക്, ഈ ഇരയുടെ വീട്ടിലേക്ക് കടന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമായ കാര്യങ്ങളും കുറച്ചുകൂടി രേഖകളടക്കം കോടതിയെ നൽകാം എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി തേടിയത്. അത് അനുവദിച്ചുകൊണ്ടാണ് കോടതി നാളെയും വാദം തുടരുന്നത്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, നാളത്തേക്ക് വാദം തുടരാനുള്ള സാഹചര്യം എന്തായിരുന്നു? പ്രജീഷ്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തുടർവാദം കേൾക്കാനാണ് കോടതിയുടെ ആദ്യ വിജയം രാഹുൽ മാങ്കൂട്ടത്തിലിന്. ആദ്യ വിജയം രാഹുൽ മാങ്കൂട്ടത്തിലിന്. ഞാൻ പറയാൻ പോകുന്ന കാരണങ്ങൾ രാഹുലിനാണ് വിജയം എന്നുള്ള കാര്യങ്ങൾ സുനിശ്ചിതമാക്കുന്ന ചില കാരണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് കോടതിയിൽ ഒരു 1.5 മണിക്കൂർ നടന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ അവസാനം ഈ കേസിൽ, അതായത് ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ നാളെയും വാദം തുടർന്നതിന് ശേഷം വിധി പറയാമെന്നാണ് സെഷൻസ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം ഇന്നത്തേക്ക് അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. നാളെ വീണ്ടും തുടരും എന്ന് തന്നെയാണ് പറയാനുള്ള കാരണം. ഇവിടെ ഞാൻ ആദ്യ വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാനുള്ളതിന്റെ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം ഉന്നയിച്ചിരിക്കുന്ന ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് അടച്ചിട്ട മുറിയിൽ എന്ന് പറഞ്ഞാൽ കോടതിയും അഭിഭാഷകരും ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അല്ലാതെ ബാക്കിയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് അടച്ചിട്ട മുറിയിൽ സ്വകാര്യമായിരിക്കണം ഇതിന്റെ വാദം എന്നുള്ള ആവശ്യം കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ വിജയം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രോസിക്യൂഷൻ നിരത്തിയ ഒരുപാട് വാദങ്ങളുണ്ട്. ആ വാദങ്ങൾ തള്ളുന്ന രീതിയിലായിരുന്നു രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 തവണയായിട്ട് സീൽഡ് കവറിൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയ തെളിവുകൾ. ആ തെളിവുകൾ കണ്ടപ്പോ പ്രോസിക്യൂഷൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇനിയും സാവകാശം വേണം തെളിവുകൾ ഹാജരാക്കാൻ എന്ന്. അതിന്റെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് നാളത്തേക്ക് നീട്ടിയത്. ഇനിയും തെളിവുകൾ ഞങ്ങൾക്ക് ഹാജരാക്കാൻ സമയം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നാളത്തേക്ക്, പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ചപ്പോഴാണ് നാളത്തേക്ക് നീട്ടിയത്. ഈ പറയുന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അവസാന ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, ആദ്യം ഈ പറയുന്ന പ്രോസിക്യൂഷൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഈ കേസിന്റെ വലിയ നിർണായകമാകാൻ പോകുന്ന ഒരു വാദഗതിയാണ്. എന്ന് പറഞ്ഞാൽ രാഹുലിന് അനുകൂലമാകുന്ന വാദമാണ്. കാരണം പ്രോസിക്യൂഷൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഫ്ലാറ്റിലേക്ക് അതിക്രമിച്ച് കയറി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിർബന്ധിച്ചു ഗർഭഛിദ്രം നടത്തി എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് തെളിവുകൾ രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ സമർപ്പിച്ചു. അത് സമർപ്പിച്ചപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇനിയും തെളിവുകൾ ഹാജരാക്കാൻ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. അവിടെയാണ് ഈ കേസിന്റെ പ്രസക്തി ഉള്ളത്. എന്താണ് പ്രസക്തി? നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുലിന്റെ ഫ്ലാറ്റിൽ വരുന്നു, ഈ യുവതിയുടെ ഫ്ലാറ്റിൽ പോകുന്നു, യുവതിയുടെ മൊഴി എടുക്കുന്നു, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പരിശോധിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തു. ആര്? പോലീസും അന്വേഷണ സംഘവും. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ സംസാരിക്കുന്നത്. അപ്പോ ഈ തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ട് അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലായിരുന്നു രാഹുൽ സമർപ്പിച്ച തെളിവുകൾ. ആ തെളിവുകൾ കണ്ടപ്പോഴാണ് പ്രോസിക്യൂഷനും ഞെട്ടുന്നത്. കാരണം ഞെട്ടാനുള്ള കാരണം, പ്രോസിക്യൂഷൻ അങ്ങനെ തെളിവുകൾ ഹാജരാക്കും, ഈ തെളിവുകളിൽ ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളത് പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ചതേയില്ല. അത് കണ്ടപ്പോഴാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇനിയും സമയം വേണം തെളിവുകൾ ഹാജരാക്കാൻ എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, ഈ തെളിവുകൾ ഹാജരാക്കാൻ ഇനിയും സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർ അടുത്തത് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ ഫ്ലാറ്റിലേക്ക് അതിക്രമിച്ച് കയറി ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചു. ഈ 2 പോയിന്റാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഇത് രണ്ടും ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവുകൾ ഹാജരാക്കിയത്. ഈ തെളിവുകൾ ഹാജരാക്കിയതിന് ശേഷമാണ് ഇനിയും സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. കൂടുതൽ സമയം വേണമെന്നായിരുന്നു ആവശ്യപ്പെടുന്നത്. പക്ഷേ കോടതി പറഞ്ഞത് അത് സമ്മതിക്കാൻ കഴിയില്ല, നാളെ ഒരു ദിവസം കൂടിയുണ്ട്, നാളെ വരുമ്പോൾ ആ തെളിവുകൾ കൊണ്ടുവന്നാൽ നമുക്ക് പരിഗണിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്, ആദ്യ വിജയം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിന്റെ കാരണങ്ങൾ ഇതാണ് എന്ന് പറയുന്നതിന് കാരണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്,
ഈ അതിക്രമിച്ച് കയറി എന്നുള്ളതും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നുള്ളതും ആ രണ്ട് വാദങ്ങളും പൊളിഞ്ഞപ്പോഴാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രോസിക്യൂഷൻ കടക്കുന്നത്. പിന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇയാൾ വലിയ ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് ജനപ്രതിനിധി ഒളിവിൽ പോയി എന്നുള്ളത്, കേരളം വിട്ടു എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഈ പറയുന്നത് വലിയ സ്വാധീനമുണ്ട്, അതുകൊണ്ട് സാക്ഷികളെയും ഇരയെയും സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ കരുത്തുണ്ട്, അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, താൻ എവിടെയും അതിക്രമിച്ച് കയറിയിട്ടില്ല, താൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ താൻ ആരെയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയിട്ടില്ല. ഇതിനുള്ള തെളിവുകൾ രാഹുൽ ഹാജരാക്കിയിട്ടുമുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ആദ്യ വിജയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. അത് കോടതി അംഗീകരിച്ചു. അത് അംഗീകരിച്ചപ്പോഴാണ് ഇനിയും സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ആദ്യ വിജയം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ അറസ്റ്റ് തടയണം എന്ന് പറഞ്ഞപ്പോ കോടതി അത് പരിഗണിച്ചില്ല. അത് പരിഗണിക്കാത്തത് എന്തുകൊണ്ടാ? നാളെ വരെ മാത്രമേ ഈ പറയുന്ന പ്രോസിക്യൂഷന് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ സമയം കൊടുത്തുള്ളൂ. നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടാവും, വേടന്റെ കേസിലൊക്കെ ഒരു ആഴ്ചക്കാലം അല്ലെങ്കിൽ 4 ദിവസം 5 ദിവസമൊക്കെ സമയം നീട്ടിക്കൊടുത്ത ചരിത്രം നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിൽ സമയം നീട്ടിക്കൊടുത്തില്ല. ഒറ്റ ദിവസം മാത്രമാണ് സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് രാഹുൽ പറഞ്ഞ മറ്റൊരു പ്രധാന വിഷയം കൂടി കോടതി വല്ലാതെ പരിഗണിച്ചു എന്നുള്ളതാണ്. അത് പറയാനുള്ള കാരണം, ഈ പറയുന്ന ഓഗസ്റ്റ് 20 ആദ്യ ആരോപണം ഉയർന്ന സമയത്ത് ഈ ഇരയെ അന്വേഷണ സംഘം സമീപിക്കുകയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ താൻ അതിനില്ല, നിയമ നടപടിക്കില്ല എന്നാണ് ഇവർ ആദ്യം പറഞ്ഞത്. പിന്നീട് ആണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. അത് തീർത്തും ഇലക്ഷൻ സ്റ്റണ്ടാണ്, ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. ഇതിൽ CPM-ന്റെയും BJP-യുടെയും ഗൂഢാലോചന ഉണ്ട് എന്നുള്ള വാദമടക്കം രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ അറസ്റ്റ് തടയണമെന്ന് പറഞ്ഞപ്പോൾ നാളെ വരെ സമയമുള്ളൂ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നതും, നാളെ വരെ ഒരൊറ്റ ദിവസത്തെ മാത്രം കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ പറ്റില്ല, ഒരൊറ്റ ദിവസത്തെ സമയം മാത്രമേ അനുവദിച്ച് നൽകാൻ കഴിയുകയുള്ളൂ എന്ന് കോടതി തീരുമാനിച്ചതും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് രാഹുൽ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾ ഈ കേസില് വലിയ നിർണായകമായ ഒരു ഫാക്ടർ ആവുകയാണ്. രാഹുൽ സമർപ്പിച്ചിരിക്കുന്ന ചില ഡിജിറ്റൽ തെളിവുകൾ, ആ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു നിർണായകമായ തീരുമാനം തന്നെയാണ് കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, ആദ്യ വിജയം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഞാൻ പറയുന്നതിനുള്ള കാരണം അതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അടച്ചിട്ട മുറിയിൽ ഈ പറയുന്ന കേസിന്റെ വാദം കേൾക്കണമെന്നുള്ള ആവശ്യം അംഗീകരിച്ചത് തന്നെ ആദ്യത്തെ വിജയമാണ്. പിന്നീട് അങ്ങോട്ട് ഈ പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത് തന്നെ ഇത്രയും ദിവസം ഉണ്ടാക്കിയെടുത്ത തെളിവുകളും മൊഴികളും അല്ലെങ്കിൽ അവരുടെ പരിശോധനകളിലും ഒന്നും ഇതുവരെ കോടതിയെ ബോധിപ്പിക്കാനുള്ളതായിട്ടില്ല, നിയമത്തിന്റെ സാധുതയുള്ളതായിട്ടില്ല എന്നുള്ളിടത്താണ് കൂടുതൽ തെളിവുകൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കുന്നത്. അപ്പോ കോടതി സ്വാഭാവികമായിട്ടും കൂടുതൽ തെളിവുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ കാണാൻ തയ്യാറാവും, അങ്ങനെ തയ്യാറാവാതിരിക്കുകയൊന്നുമില്ല. പക്ഷെ അതുകൊണ്ടാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വലിയ കഴമ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരൊറ്റ ദിവസം മാത്രം പ്രോസിക്യൂഷനെ അനുവദിച്ച് നൽകുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഉറപ്പിച്ച് പറയാം, ആദ്യ വിജയം രാഹുലിന് തന്നെ. പ്രാഥമിക ഘട്ടത്തിൽ ഈ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടം ഹാജരാക്കിയിരിക്കുന്നത്. ആ തെളിവുകൾ കണ്ടപ്പോഴാണ് പ്രോസിക്യൂഷൻ ഒന്ന് ഞെട്ടിയതും ഞങ്ങൾ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാമെന്ന് പറഞ്ഞതും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വീണ്ടും പറയുന്നു, കേസ് രാഹുലിന് അനുകൂലമാണ്, ആദ്യ വിജയം രാഹുലിന് തന്നെയാണ് എന്ന് ഞാൻ പറയുന്നതിനുള്ള കാരണവും അത് തന്നെയാണ്. പിന്നെ ഇതിന്റെ മർമ്മപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ എന്തുകൊണ്ട് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, രാഹുൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആരോപണങ്ങൾ ഉയർന്നതിൽ പിന്നെ ഒരു വാക്ക് പോലും രാഹുൽ ഈ പറയുന്ന ഇരക്കെതിരെയോ പരാതിക്കാരിയോ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്ത ആൾക്കെതിരെ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. അവരുടെ പ്രൈവസിയെ മാനിക്കാൻ വേണ്ടിയാണ് അടച്ചിട്ട മുറിയിൽ തനിക്ക് ഈ കാര്യങ്ങൾ പറയണമെന്ന് രാഹുൽ ബോധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ കാര്യത്തിൽ ഒരു പ്രത്യേക ഒരു
കോടതിയുടെ ഒരു ആദ്യത്തെ ഒരു ഇംപ്രഷൻ തന്നെ കോടതിക്ക് രാഹുലിന് മുകളിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് കോടതിയിൽ അടപടലം മുഞ്ചും. ആര് മുഞ്ചും? രാഹുല് മുഞ്ചൂല. രാഹുൽ ഈ കേസിൽ കുറ്റവിമുക്തനാവും എന്ന് മാത്രമല്ല, അയാൾ നിരപരാധിയാണ്. ഇതിന്റെ ഗൂഢാലോചനകളടക്കം ഇനി പുറത്തേക്ക് വരും. ഇത് കോടതിയിൽ എത്തിയത് രാഹുലിന്റെ വലിയ വിജയമാണ്. അതിനപ്പുറം കോടതി ഇന്ന് പരിഗണിച്ചതും കോടതിയുടെ നിരീക്ഷണങ്ങളും രാഹുലിന് അനുകൂലമാണ്. പ്രത്യേകിച്ച് രാഹുലിന്റെ അഭിഭാഷകൻ ഇന്ന് ഉയർത്തിയിരിക്കുന്ന വാദങ്ങൾ വളരെ 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 ശക്തമായ വാദങ്ങളാണ്. അതിനുള്ള തെളിവുകളും രാഹുൽ ഹാജരാക്കി. ഈ തെളിവുകളുടെ പിൻബലത്തോടു കൂടി അഭിഭാഷകൻ ഉയർത്തിയിരിക്കുന്ന വാദങ്ങൾ അത് രാഹുലിന് വലിയ നേട്ടമായിട്ടുണ്ട്, വലിയ ശക്തി ആർജിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവസാനം പ്രോസിക്യൂഷന് പിടിച്ചു നിൽക്കാൻ മറ്റൊന്നും കൂടി പറയേണ്ടി വന്നു. എന്താണത്? രാഹുൽ അതുകൊണ്ട് തന്നെ വലിയ സ്വാധീനമുള്ള വ്യക്തിയായതുകൊണ്ട് ഇരയെയും സാക്ഷികളെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്നാണ് പിന്നീട് പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് രാഹുലിന്റെ വാദങ്ങൾ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഈ പോലീസും പ്രോസിക്യൂഷനും ഹാജരാക്കിയിരിക്കുന്ന പല തെളിവുകളും അത് പോരാ, അത് മതിയാവില്ല എന്ന് കണ്ടപ്പോഴാണ്, അല്ലെങ്കിൽ രാഹുൽ കൗണ്ടറായിട്ട് ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ അതിനെയൊക്കെ കവച്ചു വെക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പ്രോസിക്യൂഷൻ കൂടുതൽ സമയം വേണം, ഞങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ സമയം നൽകണമെന്ന് കോടതിയോട് പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ ഈ പറയാൻ ആദ്യ വിജയം രാഹുലിനാണെന്ന് പറയാനുള്ള ആദ്യത്തെ കാരണം. അതാണ് കാരണം. പ്രോസിക്യൂഷൻ ഇതുവരെ നടത്തിയ പരാതി കൊടുത്ത് രാഹുലിന്റെ ഫ്ലാറ്റില്, യുവതിയുടെ ഫ്ലാറ്റില്, അങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ച് മൊഴികൾ രേഖപ്പെടുത്തി, പലതും രേഖപ്പെടുത്തിയിട്ട് പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളെ മറികടക്കാൻ രാഹുൽ സബ്മിറ്റ് ചെയ്ത ഹാജരാക്കിയ തെളിവുകൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിജയം എന്ന് ഞാൻ പറയുന്നതിനുള്ള കാരണം.